ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു 3 കുർത്ത സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒരിക്കലും മിസ്സാക്കരുത്. നല്ല അടിപൊളി, നമുക്ക് എന്താ പറയുക, പാർട്ടി വെയർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അഥവാ കാഷ്വൽ വെയർ ആയിട്ടും ഇടാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് കുർത്ത സെറ്റാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഫസ്റ്റത്തെ ഒരു കുർത്ത സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോപ്പാണ് കേട്ടോ. ഇത് കോട്ടൺ ബ്ലെൻഡ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ. പക്ഷെ അത് എനിക്ക് ഭയങ്കര പക്ക റയോൺ മെറ്റീരിയൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കര കുഴഞ്ഞ ടൈപ്പ് തുണിയാണ് കേട്ടോ. മറ്റേനെ വെച്ച് നോക്കുമ്പോൾ മറ്റേ കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്. വേറെ രണ്ടെണ്ണം ഉള്ളത് കുറച്ചും കൂടെ കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പം അത് അതിൻ്റെ ഒരു സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് കണ്ടില്ലേ, സ്ലീവിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു സിൽവർ പോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ വർക്ക് ഉണ്ടോ, ഇത് കുറേ കഴിയുമ്പോൾ ഈ ഗോൾഡൻ ഒരു കറുത്ത കളറായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് കുറേ എന്താ പറയുക, ഇതേപോലത്തെ ചുരിദാറൊക്കെ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അനുഭവം ഉള്ളതാണ്, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ വാങ്ങിക്കും. ഇത് വേണം ഇങ്ങനത്തെ ഈ ഒരു വർക്ക് നമ്മൾ കുറേ നമ്മൾ അയണൊക്കെ ചെയ്യുന്ന സമയത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചുരിദാർ മറിച്ചിട്ടതിന് ശേഷം അയൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ നേരിട്ട് ഈ ഒരു വർക്കിൻ്റെ മുകളിൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ ആ ഒരു കളർ മങ്ങിയിട്ട് കറുത്ത കളർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു വർക്ക് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ നല്ലൊരു ക്ലാസിക് ലുക്ക് കൊടുക്കുന്ന ഒരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണത്. ഭയങ്കര നല്ലൊരു കളറാണ്. അപ്പോൾ കളർ കണ്ടിട്ട് തന്നെയാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പ്. പിന്നെ ബാക്കിൽ ഇവിടെ 2 സ്റ്റിച്ചും കൂടെ വരുന്നുണ്ട്. അപ്പം നല്ല ഷേപ്പിൽ നിൽക്കും. അവിടെ ഒരു സ്റ്റിച്ച് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ സ്റ്റിച്ച് വരുന്ന ടൈപ്പ് ചുരിദാർ ഇപ്പോൾ ഉള്ള കാണിക്കാൻ പോകുന്ന 2 എണ്ണം അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ബാക്കിലും ഫ്രണ്ടിലും അതേപോലെ ആ ഒരു വർക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഭയങ്കര വലിയതായിട്ടൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ത്രെഡ് വർക്കും ഒന്നുമല്ല കേട്ടോ. ഇത് ഒക്കെ എന്താ പറയുക, ഒക്കെ നമ്മൾ പെയിൻ്റാണ് കൊടുത്തത്. പെയിൻറ്റ് വർക്കാണ് വരുന്നത് കേട്ടോ, കളർ കൊണ്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത് ഈ ഒരു ടോപ്പിൻ്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു വർക്ക് കേട്ടോ. അതിങ്ങനെ പൊന്തി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു കുറച്ച് കോട്ടൺ പോലെ ഇങ്ങനെ പൊന്തിയിട്ട് കിടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഉള്ളോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടതാണ്. അപ്പോൾ അത് അങ്ങനെ വന്നിട്ടില്ല. അതൊരു ഭയങ്കര മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അതാ കണ്ടില്ല ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇടയ്ക്ക് നമ്മൾ ഇട്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഡ്രോബാക്കാണ്. ഇതിങ്ങനെ അടിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിൽക്കേണ്ട സംഭവമായിരുന്നു. ഇങ്ങനെ സ്റ്റിച്ചായിട്ട് വരേണ്ട സംഭവമായിരുന്നു. പക്ഷെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം കളറ് ത്രെഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കൂടെ തന്നെ ഇത് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കൈ കൊണ്ട് തന്നെ ചെറിയൊരു പോർഷനല്ലേ ഉള്ളൂ. ഈ ഒരു ഭാഗം തുന്നിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കുക. എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാ പ്രോഡക്റ്റിലും ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ചില ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണേ പറഞ്ഞത്. ഇത് ജസ്റ്റ് ഈ ഒരു കളർ എന്നല്ല, അല്ലെങ്കിൽ വൈറ്റൊക്കെ ആയാലും മതി. ജസ്റ്റ് അറിയാത്ത രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണാത്ത രീതിക്ക് അങ്ങനെ തുന്നി കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക്. പിന്നെ ഇതിൻ്റെ പാൻറ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. ഇതിൽ വേറെ വർക്കൊന്നുമില്ല. പിന്നെ ഇവിടെ പോക്കറ്റ് ഉണ്ട്. 1 സൈഡ് പോക്കറ്റ് വരുന്നൊരു പാൻറ്റാണ് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഷാള് എന്ന് പറയുന്നത്. ഷാളിലും വർക്കൊന്നുമില്ല, പ്ലെയിൻ ഷാളാണ്. ഇതിൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ സ്ലീവിൽ കണ്ടില്ല ആ ഒരു സിൽവർ കളർ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ടോപ്പ് എന്ന് പറയുന്നത്, കുർത്ത സെറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുർത്ത എന്ന് പറയുന്നത്. ഇത് ഭയങ്കര നല്ലൊരു കളറാണ്, നല്ലൊരു വയലറ്റ് കളറാണ്. ഏകദേശം എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. ഈ ഒരു കുർത്ത സെറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കുർത്ത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള നല്ല വർക്കാണ് കൊടുത്തിട്ട്. ഇത് ത്രെഡ് വർക്കാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇതൊരു സിൽക്കൻസ് വർക്ക് വരുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൽ എല്ലാ ഭാഗത്തും അടി വരെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ. ഇതിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ അങ്ങനത്തെ നേരത്തെ ടോപ്പിൽ കണ്ട പോലത്തെ വർക്കൊന്നും വരുന്നില്ല. പിന്നെ ബാക്ക് എന്ന് പറയുന്നത് ഫുൾ പ്ലെയിൻ ആയിട്ടാണ്. പിന്നെ ഇതാണ് പാൻറ്. മറ്റേ പാൻറ് പോലെ തന്നെ എലാസ്റ്റിക് ടൈപ്പ് പാൻറ്റാണ്, വർക്കൊന്നുമില്ല. പിന്നെ ഇതിന് പോക്കറ്റ് ഉണ്ടോ? ഇതിനും വൺ സൈഡ് പോക്കറ്റാണ് വരുന്നത്. ഇവിടെ പോക്കറ്റ് ഉണ്ട് കേട്ടോ.
വേറെ വർക്കൊന്നുമില്ല, അടിയിലേക്ക് ഒന്നും വർക്കൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. പിന്നെ ഇതിൻ്റെ ഷോളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഷാള് ഒരു നല്ലൊരു റയോൺ ടൈപ്പ്. പിന്നെ ഞാൻ നേരത്തെ ടോപ്പ് പറഞ്ഞില്ലേ, ആ ടോപ്പ് പോലെ അല്ല ഇട്ടത്. നേരത്തെ ഭയങ്കര പക്ക എന്താ പറയുക, പക്ക റയോൺ ആയിരുന്നു. ഇത് എന്താ പറയുക, കോട്ടൺ ബ്ലെൻഡ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം 3/4 സ്ലീവാണ് വരുന്നത്. പിന്നെ നേരത്തെ കാണിച്ചത് വീനെക്കായിരുന്നു. ഇത് ഒരു വേറൊരു ഷേപ്പിലുള്ള നെക്കാണ് വരുന്നത്. അപ്പം അത് വിട്ടുപോയി. പിന്നെ ഇതിൻ്റെ ഷാള് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷാളാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഇവിടെ അറ്റത്തൊരു ഗോൾഡൻ വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ ടോപ്പിലുണ്ടായ അതേപോലത്തെ ഒരു സിൽക്കൻസ് വർക്കും ഷാളിലും എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. കണ്ടില്ല, നല്ലൊരു അടിപൊളി ഷാളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്ത സെറ്റാണ് ഇത്. ഈ 3 എണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. ഇനി അടുത്ത ഈ ഒരു പിങ്ക് കളറാണ്. ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് റോസ് കളറാണ് കേട്ടോ. ഭയങ്കര ഒരു റോയൽ ലുക്ക് കൊടുക്കുന്ന പോലത്തെ കളർ തന്നെയാണ്. നല്ല കളറാണ് ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ ആപ്പിൽ നോക്കുന്ന സമയത്ത് വേറെ ഒരു കളറായിട്ടായിരിക്കും നമ്മുടെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിലും എന്താ പറയുക, നമുക്ക് ഇഷ്ടമാവാത്ത കളറൊക്കെ ആയിരിക്കും. അങ്ങനെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ നല്ല കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് പക്ക വി പോലത്തെ നല്ലൊരു നെക്കൊക്കെയാണ്. ഒരു വെറൈറ്റി ലുക്കിൽ തോന്നിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ ഈ ഒരു ഫുള്ളായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടിലുള്ളത് ഇതാ കണ്ടില്ലേ, ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സ്ലീവിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ. കൈയിൻ്റെ ഭാഗത്തും അതേപോലെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്കിൽ പ്ലെയിൻ ആണ്, വർക്കൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പാൻറ്റ് ആസ് യൂഷ്വൽ മറ്റേ 2 എണ്ണത്തിൻ്റെയും പാൻറ്റ് പോലെ തന്നെ സെയിം ആണ്. ലാസ്റ്റിക്ക് വരുന്ന പാൻറ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ പോക്കറ്റും വരുന്നുണ്ട്, ഒരു പോക്കറ്റ് വരുന്നുണ്ട്. അറ്റത്തൊന്നും വർക്കൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റാണ്. പിന്നെ ഷോള് ഇതാണ് ഷോള്. കുറച്ചൊരു എന്താ പറയുക, ഇങ്ങനെ ചെറുത്ത് നിൽക്കുക എന്ന് പറയില്ലേ, കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, വിരിഞ്ഞ് നിൽക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഷാളാണ് ഇത്. ഒതുക്കമുള്ള ഷാളല്ല, ഒരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പല്ല, എന്നാൽ ഒതുങ്ങി നിൽക്കായികയില്ല, അങ്ങനത്തെ ഒരു ഷോള്. അപ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത് ഷോള്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറില്ല, മറ്റേത് സിൽവർ ആയിരുന്നില്ലേ, ഇത് അതിന് പകരം ഗോൾഡൻ കളറിലുള്ള ഒരു ലേസാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഷാളും കുഴപ്പമില്ല. എന്നോട് പേഴ്സണൽ ഫേവറേറ്റ് ഏതാ ഈ ഒരു 3 എണ്ണത്തിൽ ഇങ്ങനെ റേറ്റിംഗ് പോലെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയും, ആദ്യം എനിക്ക് ഇഷ്ടമായത് ആ വയലറ്റ് ആണ്. പിന്നെ എനിക്ക് ഇഷ്ടമായത് ഈ റോസാണ്. പിന്നെയാണ് മറ്റേ ലാസ്റ്റത്തെ പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ അതിന് കുറേ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ആ ഒരു സ്റ്റിച്ച് വിട്ട കാര്യവും, പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വർക്ക്, ആ ഒരു ഗോൾഡൻ കളർ പെയിൻ്റായിട്ട് ചെയ്യുന്ന വർക്കാണല്ലോ. അതുകൊണ്ട് അത് എന്താ പറയുക, നമ്മൾ അയണൊക്കെ ചെയ്ത് അലക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഗോൾഡൻ കളറ് കുറേ കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വരും. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു 3 കുർത്ത സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും മറക്കരുത്. അതേപോലെ തന്നെ തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.